തികച്ചും പേഴ്സണൽ ഒരു കാര്യത്തെ വലിച്ചഴിച്ച് സമൂഹത്തിലേക്കിട്ട് രാഹുലിനെ താഴ്ത്തി കെട്ടിക്കൊണ്ട് രാഹുലിൻ്റെ പൊളിറ്റിക്കൽ കരിയർ തന്നെ അവസാനിപ്പിക്കാം. ആ ഒരൊറ്റ ലക്ഷ്യമാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ പിന്നുള്ളത്. അത് സ്വന്തം പാർട്ടിയിൽ നിന്നാവാം, പുറത്തുനിന്നുള്ളതാവാം, വഴിയെ അതൊക്കെ വ്യക്തമാകും എങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട് പോയിരിക്കുന്നത്. ഇതിനകത്ത് ആ കുട്ടിക്ക് യാതൊരുവിധ പങ്കുകളുമില്ല. ആക്ച്വലി ആ കുട്ടിയെ ഇവർ യൂസ് ചെയ്യുവാണ്. ഒരു പക്ഷേ നമുക്ക് ആ ഓഡിയോ ക്ലിപ്പിലൂടെ നമുക്ക് മനസ്സിലാവും. ആ ഓഡിയോ ക്ലിപ്പിനകത്ത് രാഹുലും ഈ കുട്ടിയും തമ്മിലുള്ള കൺവെർസേഷൻ സമയത്ത് ആ കുട്ടിയുടെ കൂടെ വേറെ ആരോ ഉണ്ട്, അവരുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ആവും, ആരോടെങ്കിലും ആ കുട്ടി ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അവരാണ് അവരുടെ കയ്യിൽ നിന്ന് ലീക്കായി പോകാനുള്ള ചാൻസ് കൂടുതലും. അത് കുട്ടിയായിട്ട് ഒരിക്കലും മീഡിയ കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. എന്നുവെച്ചാൽ ഓൾറെഡി ഇവർ രണ്ടുപേരുടെയും കൺസേണോടുകൂടെ തന്നെയാണ് ഇവർ ഇതിനൊരു അബോർഷന് വേണ്ടി പ്ലാൻ ചെയ്തത് സ്റ്റാർട്ടിങ്ങിൽ. അത് രാഹുൽ പറയുന്നുണ്ട് ആ ഓഡിയോ ക്ലിപ്പിനകത്ത്, നമ്മൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ പ്ലാൻ ചെയ്തത് നേരത്തെ. അപ്പോൾ ഓൾറെഡി രണ്ടുപേരും സംസാരിച്ച് മ്യൂച്വലി എഗ്രീഡ് ആയിട്ടാവും ഒരു അബോർഷന് വേണ്ടി അവിടെ ഇതായത്. അതിന് ശേഷമായിരിക്കും ഈ ഒരു മൂന്നാം ഒരാളുടെ കടന്നു വരുന്നതായിരിക്കും. ഈ കുട്ടി പറഞ്ഞിട്ടുണ്ടാവും, കുട്ടി ആരോടെങ്കിലും പറയുന്നത് നോർമലി സംഭവിച്ചു പോകും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നുണ്ട് കുട്ടി വേറെ ഇവിടെ മാറി താമസിക്കുവാണെന്ന് പറയുന്നുണ്ട്. അപ്പം അതിന് വ്യക്തമാണ് രാഹുലാണല്ലോ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടിയുടെ ഒറ്റയ്ക്കുള്ള ഇതല്ലേ മെൻറ്റാലിറ്റി അല്ല. മെൻറ്റാലിറ്റി സമയത്ത് ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോടോ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ സംഭവം ഉണ്ടെന്നാണ് ഉള്ള കാര്യങ്ങൾ കണ്ടാവും. അപ്പം അവരെന്തെങ്കിലും രീതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടാവണം ഇത് വിളിക്കുന്നത്. പിന്നെ അവരുടെ കയ്യിൽ നിന്നാണ് ഇത് ലീക്കായിട്ടുണ്ടോ, ആ കുട്ടിയുടെ ലീക്ക് ചെയ്തില്ല. എനിക്ക് തോന്നുന്നില്ല ആ കുട്ടി ഒരു പരാതി കൊടുക്കാൻ പോലും ഒരു ചിലപ്പോൾ വെച്ചാൽ അതിനകത്ത് പറയുന്നുണ്ട്, ഇതിനകത്ത് രാഹുലിനെ എനിക്ക് തകർക്കണമെന്ന് യാതൊരുവിധ ഇതൊന്നും രാഹുലിനോട് പറയുന്നുണ്ട്. ഇത് മറ്റാൾക്കാരുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് അങ്ങ് സംസാരിച്ച് പോയതാണ് കുട്ടി, അല്ലാതെ ഒന്നുമല്ല. പിന്നെ അതിനകത്ത് പറയുന്ന മറ്റൊരു പരാതിയാണ് അബോർഷൻ്റെ കാര്യം. അബോർഷൻ ഓൾറെഡി ഇവർ മ്യൂച്വലി എഗ്രീഡ് ചെയ്തിട്ടാവും ഇത്രയും ദിവസം മുമ്പോട്ട് പോയത്. എന്നിട്ടാണ് ഈ കുട്ടി നേരെ തിരിച്ച് പറയുമ്പോഴാണ് രാഹുൽ പെട്ടെന്ന് ദേഷ്യം വരുന്നത്. അത് നോർമലി ഒരു ഹ്യൂമൻ ബീങ് ആണ്. അപ്പോൾ നോർമൽ ദേഷ്യം വരും. ദേഷ്യം വന്നിട്ടും പുള്ളി വീണ്ടും പുള്ളി എന്താണ് പറയുന്നത്, കോൺസിക്വൻസസ് പുള്ളി പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അത് പുള്ളി ഫോഴ്സ് ചെയ്യുമല്ല. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും, നീ എങ്ങനെ പോകും എന്നാണ് പുള്ളി ആ ഒരു ഇതോടാണ് സംസാരിക്കുന്നത്. പക്ഷേ ആ കുട്ടി ആ ഒരു വേറെ അത്രയും ഒരു സീരിയസ് ആയിട്ടോ എന്തോ കുട്ടിയുടെ മെൻറ്റാലിറ്റി ആ സമയത്ത് അങ്ങനെ ആവും. പക്ഷേ മറ്റുള്ള ആൾക്കാരുടെ സംസാരവും അവരുടെ അഡ്വൈസും എല്ലാം കിട്ടിയിട്ട് മെൻറ്റാലിറ്റി ഫുള്ള് ചേഞ്ച് ആയിട്ടുണ്ടാവും. ആ സമയത്താണ് രാഹുൽ ഇങ്ങനെ പറയുമ്പോൾ അത് വകവെക്കത്തില്ല. അപ്പോൾ രാഹുൽ അത് കൂടുതൽ ദേഷ്യത്തിൽ നേരത്തെ എഗ്രി ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ മാറുന്ന സമയത്ത് രാഹുലിന് ഓൾറെഡി ദേഷ്യമാകുന്നത്. അതാണ് രാഹുൽ അത് എക്സ്പ്രസ് ചെയ്യുന്നത്. രാഹുൽ ആ കൊല്ലുമോന്ന് ചോദിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ കൊല്ലാൻ എനിക്ക് സെക്കൻഡുകൾ പോരെയാണ്. അത് തമാശ രീതിയിലുള്ള സംഭവമല്ലേ. എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഇത്രയും അടുത്ത് ഇടപെടുന്ന സമയത്ത് പോലും അവൻ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ എന്ന ഉദ്ദേശത്തിലാണ് അവൻ പറയുന്നത്. പക്ഷേ അതെല്ലാം അവരൊരു ഭയങ്കര വേറെ രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നത്. മീഡിയക്കാരും വലിയ റോളുണ്ട്. പക്ഷേ അതൊക്കെ ഒരു കാഷ്വൽ ടോക്കായിട്ട് പോകുന്ന സംഭവമാണ് അവർ ഇത്രയും ഊതിപ്പേപ്പിച്ച് വലുതാക്കിയിരിക്കുന്നത്. അതിനുശേഷം രാഹുൽ പറയുന്നുണ്ട് എനിക്ക് നിന്നെ കാണണം വരണം. അതിനുശേഷം ഇവർ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. മീറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഈ അബോർഷൻ ചെയ്തതും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അവിടെ വെച്ചാൽ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ആയിട്ടുണ്ടാവും. പക്ഷേ ഈ മൂന്നാമതൊരാളിൽ നിന്നാണ് ഈ സംഭവം ലീക്കായിരിക്കുന്നത്. അയാളത് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. അവിടെ ഈ പെൺകുട്ടി നിരപരാധിയാണ്. രാഹുൽ മറ്റു സ്ത്രീകളോട് ഇങ്ങനെയുണ്ട് എന്ന് അതൊക്കെ തിരിച്ചും പേഴ്സണൽ കാര്യം. അയാളൊരു അൺമാരീഡ് പേഴ്സണാണ്. അപ്പം അയാൾക്ക് അയാളുടെ രീതിയിൽ ഇപ്പം ഈ രാഹുലിനെതിരെ കമൻറ്റ് ഇടുന്ന ആൾക്കാരും രാഹുലിനെതിരെ ഒന്ന് പറയുന്ന ആൾക്കാരുടെ എല്ലാം വിവാഹ ജീവിതത്തിന് മുമ്പുള്ള അവിടെ എങ്ങനെയാണെന്ന് അവർക്ക് അറിയാമല്ലോ. അങ്ങനെ എല്ലാവരും ആ രീതിയിലല്ലോ. അപ്പം അതിനകത്ത് കോഴിത്തരമാണ് സംഭവം, എഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിയായിട്ട് ആരെയും പോയി റേപ്പ് ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും അല്ലല്ലോ, പീഡന കേസൊന്നും അല്ലല്ലോ. അവരുടെ ലേഡീസിൻ്റെ കൺസേണോട് മാത്രമാണല്ലോ റിലേഷൻഷിപ്പും അഫെയർ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ വന്നെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേയിൽ കുറേ സ്ക്രീൻഷോട്ട്സാണ് വന്നത് രാഹുലിനെതിരെ. ആ സ്ക്രീൻഷോട്ടിനകത്ത് എന്തോ വ്യക്തമായിട്ടുണ്ട് സംഭവം. അയാൾ ഓരോ സ്ത്രീകളുമായിട്ട് മെസ്സേജ് അയക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഉള്ളൂ. അപ്പോൾ ആൾക്കാർക്ക് തന്നെ മനസ്സിലായി അതൊരു നോർമലിയുള്ള സംഭവം, അതിൽ പേഴ്സണൽ കാര്യമാണ്, അതിനകത്തൊന്നും പറയാനൊന്നുമില്ല. അത് പുള്ളി പീഡിപ്പിച്ചെന്ന് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആൾക്കാർ ചിന്തിച്ച് തുടങ്ങിയപ്പോഴാണ് അന്ന് വൈകിട്ട് അടുത്ത ദിവസമായിട്ട് വേറൊരു ക്യാരക്ടർ എൻ്റർ ആവുന്നത്, വേറൊരു സ്ത്രീ. എന്നിട്ട് എന്താണ് പറയുന്നത്, പുള്ളി റേപ്പ് ചെയ്യാൻ പ്രേരിപ്പിച്ചു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ എന്താ അപ്പോൾ ആൾക്കാരിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കണം. പക്ഷേ അത് പാളിപ്പോയി. പക്ഷേ രാഹുൽ അവിടെ തൊട്ട് സ്ട്രോങ് ആവണമായിരുന്നു. രാഹുൽ എപ്പോഴും ഒരു സൈലൻറ്റ് മോഡിലാണ് ഇപ്പോഴും. രാഹുലിന് സൈലൻറ്റ് മോഡാവാനുള്ള കാരണം രാഹുൽ പാലക്കാട് MLA ആവുന്ന സമയത്ത് രാഹുൽ ഒരു കാര്യം പറയുന്നത് മീഡിയയിൽ, അത് രാഹുൽ കാരണം പാലക്കാട്ടുകാർക്ക് തലകുനിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന്. പക്ഷേ അത് സംഭവം അതാണ് പുള്ളി എനിക്ക് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പേരിലായിരിക്കും പുള്ളി ഇത്രയും ഡൗൺ ആയിട്ടിരിക്കുന്നത്. ആക്ച്വലി കഴിഞ്ഞ ഓണത്തിനൊക്കെ പുള്ളി ഭയങ്കര ആക്റ്റീവായിട്ട് ഇരുന്ന ആളാണ്. ഇപ്പോൾ ഈ ഓണത്തിന് പുള്ളിയുടെ ഒരു വിവരമൊന്നുമില്ല, ശാസ്ത്രീയ വിവരമൊന്നുമില്ല. പക്ഷേ അത് നമുക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാകും. രാഹുലിനെ പോലെ ആക്ച്വലി ഞാനൊരു പൊളിറ്റിക്കലിന് ഭയങ്കര എതിരായ ഒരു മനുഷ്യനാണ്. എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയോട് താല്പര്യമില്ല, എനിക്ക് പൊളിറ്റിക്സിനോട് താല്പര്യമുള്ള മനുഷ്യനാണ്. പക്ഷേ ഇതിൽ തന്നെ കുറേ നല്ല ആൾക്കാർ, എല്ലാ പാർട്ടികളിലും കുറച്ച് പൊളിറ്റിക്കലി കേപ്പബിളായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ രാഹുലിനെ പോലെ ആളായാലും ഷാഫി പറമ്പിലിനെ പോലെ ആളായാലും അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഡേഴ്സ് ആണെങ്കിൽ തന്നെ അവർ ഈ ഒരു മിനിസ്റ്ററായിട്ടൊക്കെ വരേണ്ട ആൾക്കാരാണ്. അവർ ഒരുപാട് കേപ്പബിലിറ്റീസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ താഴ്ത്തി തികച്ചും പേഴ്സണലായ കാര്യത്തിന് ഉള്ള രീതിയിൽ അവരെ ഇങ്ങനെ പൊളിറ്റിക്കൽ കരിയർ തന്നെ ഡിസ്ട്രോയ് ആയി പോകുന്ന കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ടാകും. ആക്ച്വലി ഈ കേസുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസുകൾക്കൊന്നും ഇതിപ്പം പരാതിക്കാർ തന്നില്ല. ഇപ്പം ക്രൈംബ്രാഞ്ച് സൊമോട്ടോ കേസ് എടുത്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ തേച്ചിട്ട് പോകുന്ന ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ എല്ലാവരുടെ എതിരെ കേസുകളാണ് ഇവർ. ഓക്കെ, ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പറയും അവരും പരാതി കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കും. പക്ഷേ ഇതിനകത്ത് ആരും പരാതി കൊടുത്തിട്ടില്ല. ഇത് സ്വയമേ ക്രൈംബ്രാഞ്ച് കേസ് എടുത്തേക്കാണ്. അപ്പോൾ അതുപോലെ മറ്റേ ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരും. രാഹുലിൻ്റെ നീതി മറ്റാൾക്കാർക്ക് മറ്റൊരു നീതി എന്ന് പറയുന്നതിനോട് ആണ് നമുക്ക് യോജിക്കാൻ പറ്റാത്തത്. രാഹുലിന് ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിയോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അതിന് പരാതി കൊടുത്ത് അതിൻ്റെ രീതിയിൽ പോകണം. ഇതിപ്പം മാധ്യമങ്ങളിൽ വന്നിരുന്നിട്ട് രാഹുലിനെ താട്ടിക്കെട്ടിയല്ല വേണ്ടിയത്, മനസ്സിലായില്ലേ? അവർ ലീഗലി പോകണം, അത് ചെയ്യുന്നില്ല. പിന്നെ വേറെ കുറേ സ്ത്രീകൾ വരുന്നത് ഞങ്ങളോട് അങ്ങനെയാണ്. ഇവർക്ക് ആർക്കും പരാതി കൊടുക്കാൻ താല്പര്യമില്ല. എല്ലാവർക്കും രാഹുലിനെ മീഡിയയുടെ മുമ്പിലും സമൂഹത്തിന് മുമ്പിൽ താട്ടിക്കെട്ടിയാൽ മാത്രം മതി. അത് എന്തായിട്ടുള്ളതാണ് മനസ്സിലാവില്ല. പിന്നെ ഈ സ്ത്രീകൾക്ക് ആർക്കും രാഹുൽ മെസ്സേജ് അയച്ച സമയത്ത് യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു, റിപ്ലൈ അയക്കാൻ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഒരാളൊരു അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നോർമലി ചെയ്യേണ്ടതാണ്. ഒന്നുകിൽ അയാളെ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അയാൾ ഇതുമാതിരി മെസ്സേജ് അയക്കരുത്, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ സമയം എനിക്ക് പോയി പറയണം ഇന്ന MLA എനിക്ക് മെസ്സേജ് അയച്ചു. അതൊന്നും ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ എല്ലാവരും കൂടെ വളഞ്ഞു കൂടിയെന്ന് പുള്ളിയെ ഈ ആക്രമിക്കുന്നത് ഒട്ടും ശരിയായ ഒരു കാര്യമല്ല. ഇതിനകത്ത് സിമ്പിളായിട്ട് പുള്ളിക്ക് ഊരി വരാൻ പറ്റും. കാരണം വെച്ചാലും പുള്ളി എവിടെയും ഫോഴ്സ് ചെയ്തിട്ടില്ല അബോർഷന് വേണ്ടി. ആ ഓഡിയോ ക്ലിപ്പിനകത്ത് വ്യക്തമാണ്. പുള്ളി ജസ്റ്റ് ഇതും കൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസസ് എന്താണെന്ന് മാത്രം പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ആർക്കൊക്കെ വിവാഹ വാഗ്ദാനം ചെയ്തിട്ട് പ്രോമിസ് ചെയ്തിട്ട് പുള്ളി പിന്നെ നെക്സ്റ്റ് ആയി എന്ന് പറയുന്നു. ഓപ്ഷൻ ആ മീഡിയ തന്നെ ചോദിക്കുന്നുണ്ട് ആ കുട്ടിയോട്,
ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പേര് നിങ്ങളിത് നിയമപരമായിട്ട് പോകാൻ താല്പര്യമുണ്ടോ? അവർ പറയുന്നത് എനിക്ക് താല്പര്യമില്ല, പോയി കഴിഞ്ഞാൽ എങ്ങും എത്തത്തില്ല. അതെന്താണ്? എന്ത് ന്യായമാണത്? അവർക്കങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പോകും. അപ്പോൾ അത്രയും നിയമപരമായിട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ലായിട്ട് പോലും ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്ത് ഇങ്ങനെ കോടതി ചോദിക്കുന്നത് തെളിവ് എന്ത് ചെയ്യും? ഇതിനൊന്നും തെളിവൊന്നുമില്ല. ഇതിപ്പം ഇവർക്ക് ആർക്കും രാഹുലിനെ ജയിലിൽ പറഞ്ഞു വിടണമെന്നോ രാഹുലിനെ കുറ്റവാളിയാണെന്ന് തെളിയിക്കൊന്നും വേണ്ട. ഇവർക്കിപ്പം രാഹുലിനെ അടിച്ചമർത്താം, ആ രാഹുലിൻ്റെ പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതാക്കണം, ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. പക്ഷേ രാഹുലിനുള്ള ആകെ ഒരു അഭ്യർത്ഥന, രാഹുൽ ഇങ്ങനെ വീട്ടിലിങ്ങനെ അടച്ചിരിക്കാതെ പുറത്തിറങ്ങി പോക്സോ കേസിൽ പ്രതിയായിട്ട് ആൾക്കാർ പുറത്തിറങ്ങിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ രാഹുൽ പാലക്കാട്ടുകാർക്ക് വേണ്ടി പുറത്തിറങ്ങി പാലക്കാട്ടുകാരുടെ ആവശ്യങ്ങൾ ചെയ്യണം. MLA ആയിട്ട് ഇപ്പോഴും നിങ്ങളുടെ MLA ആണ്, ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം.